ശരീക്കൻ ഹുവലക. ഉമ്മമാരെ, ഉപ്പമാരെ, തൗഹീദിന്റെ വ്യത്യാസം വേർതിരിയുന്നത് എവിടെയെന്ന് ശരിക്കും മനസ്സിലാക്കണം. ആദ്യത്തെ 2 വരി ക്ലിയർ ആണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു ശരീക്കുമില്ല റബ്ബേ. ഇനി അടുത്ത 2 വരി അപകടമാണ്, അതീവ ഗുരുതരമാണ്. ഇന്നും പറയുന്നതാണ്, അന്നും കേട്ടതാണ്, പിന്നീടും കേട്ടതാണ്. ഖുർആൻ അതിനെ എതിർത്തതാണ്. ഇന്നും പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നും പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നും പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇല്ലാ ശരീക്കൻ ഹുവലക. പങ്കാളിയുണ്ട് നിനക്ക്, ആ പങ്കാളി നിനക്കുള്ള പങ്കാളിയാണ്. നിനക്കുള്ള പങ്കാളിയാണ്. തംലികുഹു വമാ ലക. തംലികുഹു വമാ മലക. അതിന്റെ ആശയം എന്താണ്? നീ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തൗഹീദും ശിർക്കും വേർതിരിയുന്നത് ഇവിടെയാണ് എന്ന ഹെഡിങ് ഇട്ട് മക്ക മുശ്രിക്കുകളുടെ തൽബിയത്തുമായി ബന്ധപ്പെട്ട് തികച്ചും വാസ്തവ വിരുദ്ധമായ ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി. വിശ്വാസികളെ ഇസ്ലാമിക വൃത്തത്തിന് പുറത്താക്കാൻ ശ്രമിക്കുന്നവർ മുശ്രിക്കുകളെ പരമാവധി വിശ്വാസികളാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ പ്രസംഗങ്ങളും ലേഖനങ്ങളുമാണ് നമ്മുടെ നാട്ടിലുള്ള പുത്തൻ പ്രസ്ഥാനക്കാരിൽ നിന്നും നാം പലപ്പോഴായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയായി മാത്രമേ നമുക്ക് ഇതിനെയും കാണാൻ സാധിക്കുകയുള്ളൂ. മക്ക മുശ്രിക്കുകളുടെ തൽബിയത്തുമായി ബന്ധപ്പെട്ട് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുന്നു. അതിനേക്കാൾ അപ്പുറം നമ്മുടെ കേരളത്തിലുള്ള പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് മക്ക മുശ്രിക്കുകൾ പറഞ്ഞതുപോലെ പറയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് എന്നും സംസാരിക്കുന്നു. അള്ളാഹു ഇവരുടെ ഷെറുകളിൽ നിന്ന് നമ്മെ കാക്കട്ടെ. മാത്രമല്ല, ഇല്ലാ ശരീക്കൻ ഹുവ ലക തംലിക്കുഹു വമാ മലക് എന്ന ആ മക്ക മുശ്രിക്കുകളുടെ തൽബിയത്തിന്റെ അവസാന ഭാഗത്തെ അതിന്റെ ആശയമായിക്കൊണ്ട് പ്രാസംഗികൻ പറയുന്നത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചതായിരുന്നു അവർ ചെയ്ത തെറ്റ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കുകളെ കുറിച്ച് മനസ്സിലാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് നടിക്കുന്നത് കൊണ്ടോ ആണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണെന്ന് പോലും അംഗീകരിക്കാൻ കഴിയാത്തവരായിരുന്നു മക്ക മുശ്രിക്കുകൾ. അവർക്ക് ഗണ്ണനം എന്ന നിലക്കാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്, ഖുൽ ഇദ്ഉല്ലാഹ അവിദ്ഉർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. മാത്രമല്ല, ക്രൈസ്തവർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്നും യഹൂദികൾ ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്നും പറഞ്ഞതുപോലെ ഖുറൈശി മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ ഉടമസ്ഥാധികാരത്തിൽ അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന വിശ്വാസക്കാരായിരുന്നു. അവരെ ഗണ്ണിച്ചുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത്, വഖുലിൽ ഹംദുലില്ലാഹ് അല്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക് വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുല്ലി വകബ്ബിർഹു തക്ബീറ. നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയണം നബിയെ. എങ്ങനെയുള്ള അള്ളാഹുവാണ്? സർവസ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? ലം യത്തഖിദ് വലദൻ, അവൻക്ക് സന്താനങ്ങളില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അവന് അവന്റെ ഉടമസ്ഥാധികാരത്തിൽ ഒരു പങ്കാളിയും ഇല്ല. വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുല്ലി, അവന് സഹായിക്കാൻ ഒരു സഹായിയുമില്ല. അങ്ങനെയുള്ള 3 വിഭാഗത്തിനുള്ള ഗണ്ണനമായിക്കൊണ്ടാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് വിശ്വസിച്ചിരുന്നത്, എന്താണ് പറഞ്ഞിരുന്നത്, എന്താണ് കിതാബുകളിൽ അതിനെക്കുറിച്ച് പറയുന്നത്? പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, അള്ളാഹുവിന് പെൺകുട്ടികളുണ്ട് എന്ന വിശ്വാസക്കാരായിരുന്നു മക്ക മുശ്രിക്കുകൾ. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് അതിലുണ്ടായ പെൺകുട്ടികളാണ് മലക്കുകൾ എന്ന വിശ്വാസക്കാരായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വജഅലൂ ബൈനഹു വബൈനൽ ജിന്നതി നസബൻ വലഖദ് അലിമത്തിൽ ജിന്നതു ഇന്നഹും ലമുഹ്ളറൂൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, മുജാഹിദ് എന്നവരെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഭാഗം,
എന്താണ് അദ്ദേഹം പറഞ്ഞു? ഖാല കുഫാറു ഖുറൈശ്, ഖുറൈശി കാഫിറുകൾ, ഖുറൈശി അവിശ്വാസികൾ പറഞ്ഞിരുന്നു, അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാകുന്നു. വ ഉമ്മഹാത്തുഹുന്ന ബനാത്തു സറവാത്തിൽ ജിൻ, അവരുടെ മാതാക്കൾ ജിന്നുകളിൽ നിന്നുള്ള നേതാക്കന്മാരുടെ പെൺമക്കളാകുന്നു എന്നും ഖുറൈശി അവിശ്വാസികൾ, മുശ്രിക്കുകൾ പറയാറുണ്ടായിരുന്നു, പറഞ്ഞിരുന്നു, വിശ്വസിച്ചിരുന്നു എന്ന് മുജാഹിദ് എന്നവർ പറഞ്ഞതായിക്കൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കുകളുടെ അവസ്ഥ എന്തായിരുന്നു? തങ്ങൾക്ക് പെൺകുട്ടികൾ ജനിക്കുന്നത് ലജ്ജയായി കരുതിയിരുന്ന ഒരു സമൂഹമായിരുന്നല്ലോ അവർ. അങ്ങനെയുള്ള അവർ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്നല്ല, ആ സന്താനങ്ങളിൽ നിന്നും അവർ ലജ്ജയായി കരുതിയിരുന്ന പെൺമക്കളുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റ, മക്ക മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളാകുന്ന, ദേവിയാകുന്ന ലാത്തയും ഉസ്സയും മനാത്തയും, ലാത്ത ഉസ്സ മനാത്ത എന്നീ ദേവികളെ പറഞ്ഞതിന് ശേഷം അള്ളാഹു അവരോട് ചോദിക്കുന്നുണ്ട്, അലക്കുമുദ്ദക്കറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ, നിങ്ങൾക്ക് ആൺകുട്ടികളും അള്ളാഹുവിന് നിങ്ങൾ പെൺകുട്ടികളെയും സ്ഥിരപ്പെടുത്തുന്നു. നിങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ലജ്ജയാണ്, ആ പെൺകുട്ടികളെ നിങ്ങൾ അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തുന്നു. കണ്ടോ? മാത്രമല്ല മക്ക മുശ്രിക്കുകളുടെ അവസ്ഥ ശരിയായ രൂപത്തിൽ നാം മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനിന്റെ പ്രബോധനവുമായി മുന്നോട്ടു പോകുമ്പോൾ ഒരു മസ്ലഹത്ത് എന്ന നിലക്ക് അബൂ താലിബുമായി ബന്ധപ്പെട്ട് അവർ ഒരു മസ്ലഹത്ത് ചർച്ച തയ്യാറാക്കി. അപ്പോൾ ആ ചർച്ചയുടെ അവസാനം ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ഇലാഹ്, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, അല്ലാഹു മാത്രമാണ് ഖാലിഖ് എന്ന ആ പരിശുദ്ധമായ തൗഹീദ് നിങ്ങൾ പറയണം, അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഹബീബായ നബി തങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. വഖാലു, ഇമാം ബഗവി പറയുന്നു, അവർ പറഞ്ഞു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഞങ്ങളൊക്കെ ആരാധിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളെയും നീ ഒരൊറ്റ ഇലാഹാക്കിയോ? അദ്ദേഹം മുഹമ്മദ് ഒരൊറ്റ ഇലാഹാക്കിയോ? മാത്രമല്ല, എന്നിട്ട് അവർ ചോദിക്കുന്നു, കൈഫ യസ്ഉൽ ഖൽഖ കുല്ലഹും ഇലാഹും വാഹിദ്, ഒരൊറ്റ ഇലാഹ് എങ്ങനെയാണ് മുഴുവൻ സൃഷ്ടികൾക്കും വിശാലമാകുന്നത്? അഥവാ മുഴുവൻ സൃഷ്ടികളുടെയും വൈവിധ്യമാർന്ന വ്യത്യസ്തമായ ആവശ്യങ്ങൾ എങ്ങനെയാണ് ഒരൊറ്റ ഇലാഹ് പൂർത്തീകരിക്കുക എന്നായിരുന്നു അവർ ചോദിച്ചത്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നു, ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് വലിയ അത്ഭുതകരമാണ് എന്നായിരുന്നു അവരുടെ വാദം. അതുകൊണ്ട് ഇതായിരുന്നു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം. മാത്രമല്ല ബഹുമാനപ്പെട്ട അത്വാ എന്നവർ പറയുന്നു, ലമ്മാ നസലത്ത് വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ് എന്ന ആയത്തിറങ്ങിയപ്പോ ഖുറൈശികളാകുന്ന മുശ്രിക്കുകൾ പറഞ്ഞു, കൈഫ യസ്ഉൻ നാസ ഇലാഹും വാഹിദ്, ഒരൊറ്റ ഇലാഹ് എങ്ങനെ എല്ലാ ജനങ്ങളുടെയും കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്ന ചോദ്യം അവർ ചോദിച്ചപ്പോ ഫനസലത്ത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന ആയത്ത് ഇറങ്ങി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്നു. മാത്രമല്ല മക്ക മുശ്രിക്കുകളുടെ തൽബിയത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവരുടെ തൽബിയത്തിൽ അവർ കഅബയുടെ പരിസരത്ത് വന്നുകൊണ്ട് തവാഫ് ചെയ്യും. തവാഫ് ചെയ്യുന്നത് നഗ്നരായിക്കൊണ്ടാണ്. നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന അവർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അവർ തവാഫിൽ ചൊല്ലിയിരുന്ന ദിക്ർ ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്നു. കാനൽ മുശ്രികൂന യഖൂലൂന, മുശ്രിക്കീങ്ങൾ പറയാറുണ്ടായിരുന്നു, ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ റസൂൽ നിർത്തു മതി, ഇനി നിങ്ങൾ അധികരിപ്പിക്കല്ലേ, അവിടെ നിർത്താം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അവരവിടെ നിർത്തൂല. പിന്നെന്താ അവര് പറയാ? ശേഷം അവർ പറയും, ഇല്ലാ ശരീക്കൻ, എന്നാൽ ഒരു ശരീക്ക് ഒഴികെ, ഒരു ശരീക്ക്, അള്ളാഹുവിന് ഒരു ശരീക്കുണ്ട്, ഒരു പങ്കാളിയുണ്ട്, ഹുവ, ആ ശരീക്ക് ലക്ക നിനക്കുള്ളതാണ്,
തംലിക്കു നീ ഉടമസ്ഥപ്പെടുത്തും ഹു ആ ശരീക്കിനെ, വമാമലക്ക ആ ശരീക്ക് ഉടമപ്പെടുത്തിയതിനെയും ഉടമപ്പെടുത്തും എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. അവർ ചൊല്ലിയിരുന്ന ആ തൽബിയത്തിന്റെ അർത്ഥം. നമ്മുടെ കേരളത്തിലുള്ള പാവപ്പെട്ട മുസ്ലിം ഉമ്മത്ത് ചൊല്ലി വരുന്നു എന്ന് വീഡിയോയിൽ പറയുന്ന വളരെ അപകടകരമായ, വിശ്വസിക്കുന്നു പറയുന്നു എന്ന് പറയുന്ന അപകടകരമായ ഒരു വാദമാണ് ഈ വീഡിയോ ക്ലിപ്പിലൂടെ അദ്ദേഹം പറയുന്നത്. എന്ത്? അള്ളാഹുവിനൊരു ശരീക്കുണ്ട് എന്ന വിശ്വാസം നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്, പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് ഉണ്ടത്രേ. അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല. പോട്ടെ. മാത്രമല്ല, തംലിക്കുഹു വമാമലക്ക എന്നതിന്റെ ആശയമായി കൊണ്ട് അദ്ദേഹം പറയുന്നത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവർ ചോദിക്കുന്നു എന്നാണത്രേ. യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ അർത്ഥം? തംലിക്കു, അള്ളാഹുവെ നീ മിൽക്കാക്കും, ഹു ആ പങ്കാളിയെ, നിനക്കൊരു പങ്കാളിയുണ്ട്, ആ പങ്കാളിയെ നീ, ആ പങ്കാളിയുടെ മാലിക് നീയാണ്. വമാമലക്ക ആ പങ്കാളി മിൽക്കാക്കിയതിനെയും ഉടമപ്പെടുത്തിയതിനെയും നീ മിൽക്കാക്കും എന്ന് പറഞ്ഞാൽ നിനക്കും ഉടമസ്ഥാധികാരമുണ്ട്, ആ പങ്കാളിക്കും ഉടമസ്ഥാധികാരമുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? അതിന് പച്ച മലയാളത്തിൽ പറയുന്ന പേരാണ് പങ്കുകാരെ ചേർക്കുക എന്നുള്ളത്. കൊടുത്ത കഴിവിന്റെ ചർച്ചയേ ആ ഭാഗത്തില്ല, വെറും ദുർവ്യാഖ്യാനമാണ്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് വഖുലിൽ ഹംദുലില്ലാഹ് അല്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക് വലം യകുൽ ലഹു വലിയ്യും മിനദ്ദുൽ. 3 വിഭാഗം ആളുകളെ ഗണ്ണിക്കാൻ വേണ്ടി അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ കൊണ്ടുവന്ന ആയത്ത്. ലം യത്തഖിദ് വലദൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിന് കുട്ടികളുണ്ട്, സന്താനങ്ങളുണ്ട് എന്ന് പറഞ്ഞവരെ ഗണ്ണിക്കാൻ, അവർ പറയുന്നത് കളവാണെന്ന് പറയാൻ വേണ്ടിയാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം തൊബരി പറയുന്നു. അതുപോലെ തന്നെ വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക് എന്ന് പറഞ്ഞത് തക്ദീബൻ ലിമൻ കാന യുളീഫുൽ ഉലൂഹത ഇലൽ അസ്നാം, വിഗ്രഹങ്ങൾക്ക് ദൈവീകത ചേർത്തി പറഞ്ഞവരെ ഗണ്ണിക്കാൻ വേണ്ടിയാണ്. അവർ പറയുന്നത് കളവാണെന്ന് പറയാൻ വേണ്ടിയാണ്. മാത്രമല്ല, അങ്ങനെ വിഗ്രഹങ്ങൾക്ക് ദൈവീകത ചുമത്തി വയഅ്ബുദുഹ, അവകളെ അവരെ ആരാധിച്ച ആ വിഗ്രഹങ്ങളെ ആരാധിച്ചവർക്ക് മറുപടി പറയാനാണ്. ആരാണത്? മിൻ മുശ്രിക്കിൽ അറബ്, അറേബ്യൻ മുശ്രിക്കുകൾ അത്തരക്കാരായിരുന്നു. വയഖൂലു ഫീ തൽബിയതിഹി, അവരുടെ തൽബിയത്തിൽ അവർ പറയാറുണ്ടായിരുന്നു ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. കണ്ടോ, അള്ളാഹുവിന്റെ ഉടമസ്ഥാധികാരത്തിൽ തൽബിയത്ത് ചൊല്ലിയ ആളുകൾ, അള്ളാഹുവിന്റെ ഉടമസ്ഥാധികാരത്തിൽ പങ്കാളിയുണ്ട് എന്ന് തൽബിയത്ത് ചൊല്ലിയിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾക്ക് മറുപടിയായിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത് വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക്, അള്ളാഹുവിന് ഉടമസ്ഥാധികാരത്തിൽ ഒരു പങ്കാളിയും ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം തൊബരി വീണ്ടും വിശദീകരിക്കുന്നു, മാ കാന ലില്ലാഹി മിൻ ശരീകിൻ ഫീ മുൽക്കിഹി വസുൽത്താനിഹി, അള്ളാഹുവിന്റെ ഉടമസ്ഥാധികാരത്തിൽ അള്ളാഹുവിന് ഒരു പങ്കാളിയും ഇല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയുണ്ടെങ്കിലല്ലേ ഫയസ്ലഹു അൻ യഅ്ബുദ മിൻ ദൂനിഹി, അവരെ ആരാധിക്കാൻ പറ്റൂ എന്ന്. അതുകൊണ്ട് യഖൂലു തആല ദിക്റുഹു, അല്ലാഹു തആല പറയുന്നു ഫഅഫ്രിദു അയ്യുഹന്നാസ്, അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ തനിപ്പിക്കണം. ലിറബ്ബികുമുല്ലദീ നസ്സലൽ ഖുർആന അലാ അബ്ദിഹി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുത്ത ആ റബ്ബിനിക്ക് ഉലൂഹത്തിനെ ദൈവികത ആ റബ്ബിനിക്ക് മാത്രം നിങ്ങൾ സമർപ്പിക്കണം, തനിപ്പിക്കണം. ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് അള്ളാഹു സമർത്ഥിക്കുകയാണ് ഈ ആയത്തിലൂടെ. ചുരുക്കത്തിൽ ഇവിടെ വഹാബികൾ ചെയ്യുന്ന തട്ടിപ്പുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക്, ഹബീബായ നബിതങ്ങളുടെ സമൂഹത്തെ നബിതങ്ങൾ മനസ്സിലാക്കി തന്നതിന് എതിരായിക്കൊണ്ട്, സ്വഹാബത്ത് മനസ്സിലാക്കി തന്നതിന് എതിരായിക്കൊണ്ട് ചിത്രീകരിക്കുകയാണ് വഹാബി സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ പെടുന്നത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.